അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിമിഷപ്രിയയുടെ മോചനത്തിന് കാന്തപുരം ഉസ്താദ് ഇടപെടുന്നു എന്നും ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നു എന്നും വാർത്തകൾ പുറത്തുവരുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളിലും ശിക്ഷ നടപടികളിലുമൊക്കെ ഇടപെടാൻ വലിയ പരിമിതികൾ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ഒരു ഭരണകൂടം നിസ്സഹായമായി നിൽക്കുന്നിടത്ത് ഒരു വ്യക്തിയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുമ്പോൾ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി എത്രത്തോളം അപാരമാണെന്ന് തിരിച്ചറിയുന്നു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സുന്നികളിലെ വലിയൊരു വിഭാഗത്തിനെ പതിറ്റാണ്ടുകളോളം ആശയപരമായും സാമൂഹ്യപരമായും നയിച്ച അദ്ദേഹത്തിന്റെ മികവ് വർഗീയപരമായോ മതരാഷ്ട്രവാദത്തിലൂന്നിയോ ചിന്തിക്കാത്ത പ്രവർത്തകരിൽ പ്രകടമാണ്. കേരളത്തിൽ മുസ്ലിം മത സമൂഹത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യപരമായി ആക്രമിക്കപ്പെട്ട നേതാവ് കൂടിയാണ് കാന്തപുരം. മുസ്ലിം മത സംഘടനകൾ സാമ്പ്രദായികമായി പിന്തുടരുന്ന രാഷ്ട്രീയ ചായ്വുകളിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചതിന്റെ പേരിൽ ഏറെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. കൊല ചെയ്യപ്പെട്ട പ്രവർത്തകർ ഏറെയുണ്ട് ആ സംഘടനയിൽ എന്നിരിക്കെ അവയോട് പ്രതികാരം ചെയ്യുക എന്ന സമീപനം അദ്ദേഹം ഒരിക്കലും സ്വീകരിച്ചില്ല. 90 വയസ്സിലെത്തിയ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത്ര നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആ മനുഷ്യൻ ഒരു ജീവനു വേണ്ടി ഇടപെടുന്ന കാഴ്ച മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന മത നേതാക്കളും ആശയപ്രചാരകരും കണ്ടുപഠിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളുടെ ഇടപെടലുകൾ സാർത്ഥകമാവാൻ ഈ നാടുകൂടി കാത്തിരിക്കുന്നു. മതത്തിന്റെ ജാതിയുടെ ചിന്തയുടെയൊക്കെ പേരിൽ മനുഷ്യർ ആക്രമിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ആ ഇടപെടൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. മതരാഷ്ട്രവാദത്തിലോ വർഗീയതയിലോ അപരമത വിദ്വേഷത്തിലോ ഒരിക്കലും വിശ്വസിക്കാത്ത കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം മത സമൂഹത്തിന്റെ മനസ്സിനെ പ്രതിനിധീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഉസ്താദിനെ അനുകൂലിച്ച് കേരളം ഒന്നാകെ കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജ്യോതിപ്രിയ എന്ന സഹോദരി മുഖപുസ്തകത്തിൽ എഴുതിയ വരികൾ ഇങ്ങനെയാണ്: എന്റെമോ, ഇയാൾക്ക് ഇത്രയും പവറുണ്ടായിരുന്നോ? നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് യമനിൽ ഇത്രയും സ്വാധീനമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വാർത്തയിൽ പറയുന്നതുപോലെ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ തുടർന്ന് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി യമൻ ഭരണകൂട പ്രതിനിധികളുമായി ചർച്ച നടത്തിയെന്ന് കേട്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. സാക്ഷാൽ കേന്ദ്ര സർക്കാരും ഈ വിവരം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. യമനിൽ സ്വാധീനമുള്ള ഒരു ഷെയ്ഖിന്റെ സഹായം ഉപയോഗിക്കുന്നുണ്ടെന്ന്. നോർത്ത് യമനിലാണ് ഈ ചർച്ച നടന്നത്. ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കാന്തപുരം ഉസ്താദിന്റെ ആവശ്യം, അതായത് ദിയാദനത്തിന് പകരമായി കുടുംബം മാപ്പ് നൽകി വാധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണം എന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിനു മുന്നിൽ അവതരിപ്പിച്ചു എന്നാണ് വാർത്ത. രാഷ്ട്രീയമായി താറുമാറായ യമനിൽ ഔദ്യോഗിക ഇടപെടലുകൾക്ക് പരിമിതികളുണ്ടായിട്ടും കാന്തപുരം ഉസ്താദ് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖേന അനൗദ്യോഗിക ഇടപെടലുകൾ നടത്തുന്നത് ശരിക്കും പ്രശംസനീയമാണ്. ഇത് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഏറ്റവും പ്രായോഗികമായ പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണെന്ന് കേന്ദ്ര സർക്കാരും ശരിവെക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം നേതാക്കളിൽ ഒരാളാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. അദ്ദേഹത്തിന് കാന്തപുരം ഉസ്താദുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനിടെ ദിയാധനം സ്വീകരിക്കാൻ കുടുംബം തയ്യാറായാൽ സൗദിയിൽ ജയിലിലുള്ള കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പിരിച്ച പണത്തിൽ ബാക്കിയുള്ള തുക അബ്ദുറഹീം ട്രസ്റ്റ് കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ മനുഷ്യത്വപരമായ ഇടപെടലാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ ഇത്രയും വലിയൊരു പരിശ്രമം നടത്തുന്ന കാന്തപുരം ഉസ്താദിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞുപോയി. ഈ മനുഷ്യന് നല്ലത് മാത്രം വരണം. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഉസ്താദിനൊപ്പം നിൽക്കുമ്പോഴും ഒരു ചെറിയ വിഭാഗം ഇതിൽ അസഹിഷ്ണുത പൂണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഒരു പഴയ പഴഞ്ചൊല്ലുപോലെ ആങ്ങള മരിച്ചാലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന പോലെ. അല്ലാഹു ഇവർക്ക് സൽബുദ്ധി നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ.
ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.